നീക്കുകയാണ്. ായിരുന്നു ഈ പ്രാവശ്യം നിങ്ങളോടൊപ്പം അവരോടൊപ്പം വീണ്ടും നടക്കുന്നതായിരിക്കും. 30-ാം തീയതി ഞാൻ അവരോടൊപ്പം നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പദയാത്രയിൽ പങ്കാളിയാകുവാനും ഗുരുദേവന്റെ അനുഗ്രഹം തേടുവാനും അദ്ദേഹത്തിന്റെ വലിയ കരുണ എന്റെ പുറത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്നെ ഇതിനെ തെരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, തീർച്ചയായും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന്റെ കരുണയില്ലെങ്കിൽ. അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ എല്ലാവരോടുമുള്ള സ്നേഹവും കരുതലും അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നാടിനെ തന്നെ ഉണ്ടാകട്ടെ, അറിയാനും അറിയിക്കാനും, വാദിക്കാനും ജയിക്കാനുമല്ല. ആരോടും വാദമില്ല, ആരോടും നമുക്ക് എന്താ പറയുക തർക്കമില്ല. വാദമുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പഠിച്ചത്. ഗുരുദേവന്റെ വാക്കുകൾ അതാണ്. അത് ഞാൻ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ചിലത് വിട്ടുകൊടുത്തേ പറ്റൂ. അപ്പൊ ആ ഒരു പഠനം അദ്ദേഹം പറഞ്ഞു തന്ന 100 വർഷങ്ങൾക്കിപ്പുറം ഇത്ര വലിയ സന്ദേശമായി, ഇത്ര വലിയ ഒരു എന്താ പറയുക ലോകത്ത് വ്യാപിക്കുന്ന ഒരു കാഴ്ച കണ്ടതിൽ, അതുപോലെ മാർപ്പാപ്പ തിരുമേനി അത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തത്, സന്യാസിമാരോടൊപ്പം ഫോട്ടോ എടുത്തു, ഞങ്ങൾ രാഷ്ട്രീയക്കാരോടൊപ്പം ഫോട്ടോ എടുത്തു, ഞങ്ങളോടൊത്ത് തമാശ പറഞ്ഞു. അതേപോലെ ഇതൊക്കെ ഞങ്ങളവിടെ കയറി ചെന്നപ്പോ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ, അതേപോലെ ഞങ്ങൾ കയറിച്ചത്. ഒരാൾ പോലും ചോദ്യം പോലും ചോദിച്ചില്ല. ഒരു രാഷ്ട്രത്തലവന്റെ വീടാന്ന് ഓർത്തോളൂ. ഞങ്ങൾ 150 പേര് ഇങ്ങനെ കടന്നു ചെന്നു. ഞങ്ങളെ സ്വിസ് ഗാർഡ് എന്ന് പറഞ്ഞ ഒരു 400 അംഗ സംഘമാണ് മാർപ്പാവിടെ വ്യക്തി സുരക്ഷ ഉറപ്പാക്കുന്ന ഗാർഡ്. ആ ഗാർഡിന്റെ അകമ്പടിയോട് കൂടിയാണ് ഞങ്ങൾ ആ ഹോളിൽ ചെന്നത്. ഞങ്ങളോടൊപ്പം 150 പേരെ സ്വീകരിച്ചു. അത്രയ്ക്ക് നല്ല മനസ്സിന്റെ ഉടമയായ അദ്ദേഹത്തെ കാണുവാനും ഈ സന്ദേശം പങ്കുവയ്ക്കുവാനും ഒക്കെ സാധിച്ചു. പ്രത്യേകമായ നന്ദി അഭിവന്ദ കുമ്പക്കാട്ട് പിതാവിനോടും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു പ്രത്യേക താല്പര്യവും കരുതലും കൊണ്ടാണ് ഈ ഒരു സന്ദേശം ലോകം എത്തിക്കുവാൻ സാധിച്ചത്. അത് മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നടക്കുവാൻ വേണ്ടി. ഇത് നടന്നത് ഒരു എന്താ പറയുക അവിസ്മരണീയമായ രീതിയിൽ, ലോകം അറിയുന്ന രീതിയിൽ നടന്നതിൽ അതിയായ സന്തോഷം. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദിയും സ്നേഹവും കരുതലും, ഇവിടെ വന്ന എനിക്ക് ഇത്രയും സ്നേഹം തന്നതിൽ ഉള്ള നന്ദിയും കരുതലും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ പദയാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ഗുരുദേവന്റെ കരുണ ഉണ്ടാവട്ടെ, ഗുരുദേവനാമം ജയിക്കട്ടെ. നമസ്കാരം. കടന്നു ചെന്നുകൊണ്ടിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA നമ്മുടെ പദയാത്ര ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നെങ്കിലും ഇപ്പോൾ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളോടൊപ്പം ഞാൻ എത്തുമെന്ന് നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വാക്കുകൾ പറഞ്ഞാൽ മാറ്റുന്ന ആളല്ല ചാണ്ടി ഉമ്മൻ സാർ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് എറിയാടുകാരനെ അഹങ്കാരമായിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ സാറ്. അതുകൊണ്ട് തന്നെ സാറ് നമ്മളോട് ഇന്ന് ഇവിടെ ഈ മുത്തൂര് വന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. വലിയ വാക്കുകളാണ് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും പദയാത്രികളുടെ മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന വലിയ വാക്കുകൾ നമുക്കായി സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ MLAക്ക് പദയാത്രാ സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മൾ ഓരോരുത്തരുടെയും പേരിലും എരികാടിന്റെ പേരിലും പ്രാർത്ഥനാ നിർഭരമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.